അല്ലെ? ഖുർആൻ ഓരോ വാക്കും അള്ളാഹു തആല ഉദ്ദേശപൂർവ്വം പ്രയോഗിക്കുന്നതാണ്. അല്ലദീന യുൻഫിഖൂന എന്ന് മാത്രം പറഞ്ഞില്ല. ഫിസ്സറായി വദ്ദറാ വൽ കാദിമീനൽ ഗൈദ്, ദേഷ്യത്തെ കോപത്തെ അടക്കി വെക്കും. വൽ കാദിമീനൽ ഗൈദ വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. ദേഷ്യം നിയന്ത്രിച്ചാൽ പിന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കും. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അപ്പോൾ ഈ രണ്ട് ഗുണങ്ങളാണ് അവിടെ പറഞ്ഞത്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് കാണാം, സൂറത്ത് അൽ അറാഫ്, അതിൻ്റെ അവസാനത്തിൽ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്റിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, അഫ്വ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അഫ്വ എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത്, അല്ലേ? സൂറത്ത് ബഖറയിൽ യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് സദഖ ചെയ്യേണ്ടത്, ചെലവഴിക്കേണ്ടത് എന്ന് അവർ ചോദിക്കുന്നു. ഖുൽ അൽ അഫു, അഫുവാണ് ചെലവഴിക്കേണ്ടത്, അല്ലെ? എത്ര സദഖ ചെയ്യണം എന്ന് എന്നോട് ചോദിക്കുന്നവരോട് പറയുക അൽ അഫു എന്ന് പറയുന്ന അളവാണ്, ആ എമൗണ്ടാണ് സദഖ ചെയ്യേണ്ടത്. എന്താണ് അൽ അഫു എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ അത്യാവശ്യം കഴിഞ്ഞ്, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ചെലവഴിക്കുക. അപ്പോൾ അഫു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. പക്ഷേ ഇവിടെ എന്താണ് ഖുദിൽ അഫു എന്ന് പറഞ്ഞത്? അഫു സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത്. ഉദ്ദേശിക്കുന്നത് മനുഷ്യർ നമ്മോട് പെരുമാറുന്ന അവരുടെ പെരുമാറ്റ രീതികൾ അത് പലതരത്തിലായിരിക്കും. ആ പെരുമാറ്റ രീതികൾ എങ്ങനെയാണെങ്കിലും അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ നമ്മോട് പെരുമാറുന്നത് യഥാർത്ഥത്തിൽ സ്വതക്ക പോലെയാണ്, അല്ലേ? സ്വതക്ക ഒരാൾ നമുക്ക് പണമായി തരുന്നു, പെരുമാറ്റം ഒരാൾ പ്രവൃത്തികളുടെ രൂപത്തിൽ, വാക്കുകളുടെ രൂപത്തിൽ നമുക്ക് തരുന്ന ഒരു സ്വതക്കയാണ് യഥാർത്ഥത്തിൽ അവരുടെ പെരുമാറ്റം. സ്വതക്ക തരുന്ന ഒരാൾ അവൻ്റെ ചിലവ് കഴിഞ്ഞ്, അവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അവന് തൃപ്തിപ്പെട്ടൊരു തുകയാണ് തരിക. അത് പോരാന്ന് നമ്മൾ പറയുമോ? സ്വതക്ക വാങ്ങുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളെങ്കിൽ അള്ളാഹു നമ്മെ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ കിട്ടുന്ന ഒരാളത് നിഷേധിക്കുമോ? ഇതിൽ കൂടുതൽ വേണമെന്ന് പറയുമോ? ഇല്ല, കാരണം അവൻ്റെതാണ്. അതുപോലെ പെരുമാറ്റം, ആളുകൾ പെരുമാറുന്നത് എങ്ങനെയാണ് അതങ്ങനെ സ്വീകരിക്കുക, എത്ര മതി എന്ന് പറഞ്ഞത് സ്വീകരിക്കുക. അതാണ് ഖുദ് അൽ അഫ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ് സ്വഭാവ ശുദ്ധിയുടെ കാര്യത്തിൽ, ക്ഷമയുടെ കാര്യത്തിൽ, സബറിൻ്റെ കാര്യത്തിൽ. കാരണം ഇത് ചെയ്താൽ, ഈ ഒരു പോളിസി സ്വീകരിച്ചാൽ നമ്മുടെ സ്വഭാവം നന്നാവും, സബർ നമുക്കുണ്ടാവും. നേരത്തെ നമ്മൾ അത് മനസ്സിൽ നിശ്ചയിക്കണം. ആളുകൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കാണാം, ഇന്ന ആളുകൾക്ക്, നമ്മുടെ ഇന്ന ബന്ധുക്കൾ, ഇന്ന ഭാര്യ, മക്കൾ, ഭർത്താവ്, ആരാണെങ്കിലും അവർ എങ്ങനെയാണോ ഇങ്ങോട്ട് പെരുമാറുന്നത് അള്ളാഹുവിൻ്റെ ദീനെതിരല്ലാത്ത രീതിയിൽ, നമ്മുടെ ഹക്ക്, നമ്മോടുള്ള ബഹുമാനവും ആദരവും പരിഗണനയും ഒക്കെ അത് എത്ര അളവിൽ കിട്ടിയാലും ഞാനത് തൃപ്തിപ്പെടും എന്ന് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തേത് ഖുദിൽ അഫ്വ. അല്ലെ, പല ആളുകളും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ബന്ധങ്ങളൊക്കെ വഷളാകുന്നത്. ചില ആൾക്കാർ ഉപ്പാനോട് തെറ്റിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഉപ്പയും നല്ല ആളായിരിക്കും, മകൻ നല്ല ആളായിരിക്കും. ഉപ്പ ഷാറാണ്, പക്ഷെ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപ്പാക്ക് ഇന്നൊരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ ഈ മകനോട് ചെയ്യുന്ന കാര്യമായിരിക്കില്ല, വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉപ്പാക്ക് ഇന്നൊരു ഒരു സിഫത്തുണ്ട്, അതുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വല്ലാണ്ട് അടുക്കാത്തതെന്ന് പറയും. അത് ഈ ആയത്തിന് നേരെ എതിരാണ്. ഖുദിൽ അഫ്വ, എന്തൊക്കെയാണോ ആ മനുഷ്യൻ്റെ സ്വഭാവം, എന്തൊക്കെയാണോ അയാളുടെ പ്രവൃത്തികൾ, ഹറാമുകളും മറ്റു കാര്യങ്ങളല്ല പറയുന്നത്, പെരുമാറ്റത്തിലൊക്കെയുള്ള രീതികൾ, അത് അങ്ങനെ സ്വീകരിക്കുക. അതല്ല എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം വളരെ മോശമാകും. ഈ പറഞ്ഞ ആയത്തിലെ ഈ ഒരു വാചകം ഖുദിൽ അഫ് എന്ന് പറയുന്ന കൽപ്പന ഒരാൾ സ്വീകരിച്ചാൽ അവൻ്റെ സ്വഭാവം വളരെ മികച്ചതാകും, അവൻ്റെ ബന്ധങ്ങളെല്ലാം നിലനിൽക്കും, ദൃഢമാകും. ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ വളരെ മോശമായിരിക്കും അവസ്ഥ. കാരണം എന്താ? എല്ലാ മനുഷ്യന്മാരും പല രൂപത്തിലായിരിക്കും, അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ അവസ്ഥകളും ഒക്കെ. അപ്പോൾ അതൊക്കെ ശരിയായിട്ട് മാത്രമേ നമ്മൾ അവരോട് തിരിച്ച് മാന്യമായും സ്നേഹത്തോടെയും ഒക്കെ പെരുമാറുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളോടും നല്ല ബന്ധം ഉണ്ടാവില്ല. ഏതുപോലെ എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഒരാൾ പറയണം, എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, അവർക്ക് ശാരീരികമായൊരു പ്രത്യേകത. അപ്പോൾ ഒരാൾ പറയാം, ഒരാളുടെ നിറം പറയാം, അവന് കുറച്ച് കറുത്തിട്ടാണ്, അവൻ വെളുത്താൽ മാത്രമേ ഞാൻ അവനോട് നല്ലോണം നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവൻ വെളുക്കാൻ പോകുന്നില്ല. അപ്പം നിറവും അതുപോലെ തന്നെ അവരുടെ ശരീരഘടനയും ഒക്കെ പോലെ തന്നെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, അവൻ്റെ ഒരു വിശേഷണമാണ് അവൻ്റെ അഖ്ലാഖ് എന്ന് പറയുന്നത്. അതിൽ പലതും മനുഷ്യൻ തിരുത്താൻ സാധിക്കാത്തതായിരിക്കും എത്ര ശ്രമിച്ചാലും. ചില ആൾക്ക് ശ്രമിക്കുകയുമില്ല. അപ്പോൾ അതൊക്കെ അവർ തിരുത്തിയിട്ട്, അല്ലെ നമ്മുടെ സ്വഭാവം നമുക്ക് തിരുത്താൻ സാധിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമുക്ക് മറ്റൊരാളുടെ സ്വഭാവങ്ങൾ അതൊക്കെ തിരുത്തി അവർ പൂർണ്ണന്മാരായതിനു ശേഷമേ അവരോട് നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക. നന്മ കൽപ്പിക്കുക എന്നുള്ളത് ഈ വാക്കിൻ്റെ വളരെ എന്താ പറയുക, ശുഷ്കിച്ചൊരു പരിഭാഷയാണ്. ഖുദിൽ അഫ്വ എന്ന് പറഞ്ഞാൽ, വഅ്മുർ ബിൽ ഉർഫ് എന്ന് പറഞ്ഞാൽ, ഉർഫ് എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളും. അപ്പം നന്മകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ, ആളുകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കണം. നന്മ ചെയ്തു കൊടുക്കലും നന്മ പറയലും ഒക്കെ ഇതിൽപ്പെട്ടു വഅ്മുർ ബിൽ ഉർഫ് എന്നുള്ളത്. ഇങ്ങോട്ട് കിട്ടുന്നത് എന്തായാലും അത് സ്വീകരിക്കുക, അങ്ങോട്ട് നല്ലത് ചെയ്യുകയും ചെയ്യാം.